ഹായ്, ഞാൻ ഹമീദ് ഫൈസി. എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് കരുതുന്നു. നമ്മൾ ഇന്ന് പങ്കുവയ്ക്കുന്നത് മലപ്പുറം ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രമായ കോട്ടക്കുന്നിനെക്കുറിച്ചാണ്. മലപ്പുറം ജില്ലയിൽ ജില്ലാ ആസ്ഥാനത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന വിനോദസഞ്ചാര കേന്ദ്രമാണ് കോട്ടക്കുന്ന്. കുന്നിന് മുകളിലെത്തുമ്പോൾ വിശാലമായ പുൽപ്പരപ്പ്. പുൽപ്പരപ്പിനു നടുവിൽ ഭീതിയുണർത്തുന്ന കൊലക്കിണർ. വെള്ളമില്ലാത്ത കിണറിനുള്ളിൽ വളർച്ച മുറ്റിയൊരു വയസ്സൻ പടുമരമുണ്ട്. ഖിലാഫത്തു നേതാക്കളുടെ വിചാരണ സ്ഥലമാണിതെന്ന് കരുതുന്നു. വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെയും കൂട്ടരെയും ബ്രിട്ടീഷ് സാമ്രാജ്യം വധിച്ചത് ഇവിടെയാണ്. കിണറും പടുമരവും ഇപ്പോൾ നിലവിലില്ല. ഇപ്പോൾ അവിടെ ഹെലിപാഡാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തരം ഈ പ്രദേശം പട്ടാളത്തിൻ്റെ കൈവശമായിരുന്നു. മലപ്പുറം നഗരത്തിലുണ്ടായിരുന്ന പട്ടാള ക്യാമ്പിലെ പട്ടാളക്കാർക്ക് വെടിവെപ്പ് പരിശീലനത്തിനുള്ള 2 കേന്ദ്രങ്ങളിൽ ഒന്ന് ഈ കുന്നിൻ ചെരുവിലായിരുന്നു. സംസ്ഥാന രാഷ്ട്രീയത്തിൽ ശക്തമായ സ്വാധീനമുള്ള ഈ പ്രദേശത്തെ രാഷ്ട്രീയ പാർട്ടി സംസ്ഥാന സർക്കാർ മുഖാന്തരം കേന്ദ്ര ഗവൺമെൻറ്റിൽ ശക്തമായ സമ്മർദ്ദം ചെലുത്തിയാണ് ഈ പ്രദേശം സംസ്ഥാന സർക്കാരിന് അനുവദിച്ച് കിട്ടിയത്. ഇപ്പോൾ ജില്ലയിലെ ഏറ്റവുമധികം വിനോദസഞ്ചാരികൾ സന്ദർശിക്കുന്ന പ്രദേശമായി കോട്ടക്കുന്ന് മാറിയിരിക്കുന്നു. ഇവിടമിപ്പോൾ സർക്കാർ സംരക്ഷണയിലാണ്. സന്ദർശകരെ ആകർഷിക്കുന്നതിനായി ടൗൺ ഹാളും ആർട്ട് ഗാലറിയും സന്ധ്യാസംഗമ ഇരിപ്പിടങ്ങളും പ്രകാശദൃശ്യ വിരുന്നുകളുമായി കുന്ന് മോടി പിടിപ്പിച്ചിരിക്കുന്നു. കോട്ടക്കുന്നിലേക്ക് പ്രവേശനത്തിന് 10 രൂപ പ്രവേശന ചാർജ് ഈടാക്കുന്നുണ്ട്. വാഹന പാർക്കിങ്ങും ഫീസ് ഈടാക്കുന്നുണ്ട്. കോട്ടക്കുന്നിൻ്റെ ചരിവിൽ മലപ്പുറം മുനിസിപ്പാലിറ്റിയും DDPCയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന കോട്ടക്കുന്ന് അമ്യൂസ്മെന്റ് പാർക്ക് എന്ന പേരിൽ ഒരു വാട്ടർ തീം പാർക്കുണ്ട്. പക്ഷേ സാങ്കേതിക കാരണങ്ങളാൽ വാട്ടർ തീം പാർക്ക് ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല. 30 ഏക്കറിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ പാർക്കിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉപയോഗപ്പെടുത്താവുന്ന വിവിധ വിനോദോപാധികളും റൈഡുകളുമുണ്ട്. എല്ലാ സായാഹ്നങ്ങളിലും വിശിഷ്യ വാരാന്ത്യങ്ങളിൽ ഇവിടെ കാഴ്ചക്കാരെ കൊണ്ട് നിറയുന്നു. ഇപ്പോൾ ഇവിടെ മലപ്പുറം DTPCയുടെ ആഭിമുഖ്യത്തിൽ ഒരു വാട്ടർ ഡാൻസ് കം ലേസർ ഷോ എല്ലാ ശനിയാഴ്ചകളിലും ഞായറാഴ്ചകളിലും നടന്നുവരുന്നു. കോഴിക്കോട് സാമൂതിരിയുടെ സൈനിക ആസ്ഥാനമായിരുന്ന കാലത്ത് ഇവിടെ നിർമ്മിച്ച കോട്ടയിൽ നിന്നാണ് കോട്ടക്കുന്ന് എന്ന പേര് വന്നത്. ഈ പ്രദേശത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രാധാന്യം കാരണമാണ് ഇവിടെ ചരിത്രത്തിൽ മലപ്പുറം കോട്ട എന്നറിയപ്പെട്ടിരുന്ന ആ കോട്ട നിർമ്മിച്ചതും മലപ്പുറം എന്ന നഗരവും ഉയർന്നു വന്നത്. പുരാതന കാലത്ത് കേരളം ഭരിച്ചിരുന്ന ചേര രാജ്യത്തിൻ്റെ അധികാരികളായിരുന്ന പെരുമാൾ ഭരണത്തിനു ശേഷം ഈ പ്രദേശങ്ങൾ വള്ളുവനാടിൻ്റെ ഭാഗമായി. മലബാർ സമരനായകൻ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെയും അദ്ദേഹത്തിൻ്റെ 2 സഹായികളെയും ബ്രിട്ടീഷ് കോടതി വിചാരണ ചെയ്തു വെടിവെച്ച് കൊന്നത് 1922 ജനുവരി 20-ന് ഉച്ചയ്ക്ക് കോട്ടക്കുന്നിൻ്റെ വടക്കേ ചെരുവിലായിരുന്നു. അവിടെ വെച്ച് തന്നെ അദ്ദേഹത്തിൻ്റെ മൃതദേഹവും മലയാള രാജ്യം എന്ന പേരിൽ അദ്ദേഹം സ്ഥാപിച്ച ബ്രിട്ടീഷ് വിമത രാഷ്ട്രത്തിൻ്റെയും രേഖകൾ അഗ്നിക്കിരയാക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് കോട്ടക്കുന്നിന് താഴെ മലപ്പുറം നഗരസഭ ഒരു ടൗൺ ഹാൾ നിർമ്മിച്ചിട്ടുണ്ട്. കാൽപന്ത് കളിക്ക് പേരുകേട്ട മലപ്പുറത്തു വിശാലമായ മൈതാനങ്ങൾ കുറവായിരുന്നു. കോട്ടക്കുന്നിൽ അന്താരാഷ്ട്ര നിലവാരത്തിൽ ഒരു ഫുട്ബോൾ മൈതാനം നിർമ്മിക്കുവാൻ മലപ്പുറം നഗരസഭ നിരന്തരം ശ്രമിച്ചതിനു ഫലമായി 1996-ൽ കോട്ടക്കുന്ന് മലപ്പുറം നഗരസഭയ്ക്ക് ലഭിച്ചു. എന്നാൽ പരിസ്ഥിതി ദുർബല പ്രദേശമായ കോട്ടക്കുന്നിൽ കുന്നിടിച്ചുള്ള നിർമ്മാണം പാരിസ്ഥിതിക പ്രശ്നമുണ്ടാക്കും എന്ന പഠനങ്ങൾ തെളിയിച്ചതിനാൽ ഫുട്ബോൾ മൈതാനം മഞ്ചേരിക്കു സമീപം പയ്യനാട്ടിൽ നിർമ്മിക്കുകയും പകരം കോട്ടക്കുന്നിൽ മനോഹരമായ പാർക്ക് നിർമ്മിക്കുകയും ചെയ്തു. ഇന്നിവിടെ ആർട്ട് ഗാലറി, അമ്യൂസ്മെന്റ് പാർക്ക്, ചിൽഡ്രൻസ് പാർക്ക് തുടങ്ങിയ നിരവധി വിനോദ കേന്ദ്രങ്ങൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. കേരള സർക്കാരിൻ്റെ സ്ത്രീ ശാക്തീകരണ പദ്ധതിയായ കുടുംബശ്രീ പദ്ധതി മെയ് 17, 1998 അന്നത്തെ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ഉദ്ഘാടനം ചെയ്തത് കോട്ടക്കുന്നിൽ വച്ചാണ്. മലപ്പുറം ടൗണിൽ
മഞ്ചേരി റോഡിൽ നിന്ന് ഇടതുവശത്തേക്കുള്ള ആദ്യ റോഡ് തന്നെ ഈ ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്കാണ്. ഈ റോഡിലൂടെ പോകുന്ന വാഹനങ്ങൾ കോട്ടക്കുന്നിൻ്റെ പ്രവേശന കവാടത്തിൽ പാർക്കിംഗ് ഫീ നൽകി നിർത്തിയിടേണ്ടതാണ്. എന്നാൽ കുന്നിനു മുകളിലേക്ക് വാഹനം നേരിട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് ആദ്യ റോഡിലൂടെ പോകാതെ മഞ്ചേരി റോഡിൽ തന്നെ 3-ാം പടിക്കു സമീപം ഇടതുവശത്തേക്കുള്ള റോഡിലൂടെ പോയാൽ വാഹനങ്ങൾ നേരിട്ട് കോട്ടക്കുന്നിന് മുകളിലേക്ക് കൊണ്ടുപോകാം. ഇപ്പോൾ ഒരാൾക്ക് 10 എന്ന തോതിൽ പ്രവേശന ഫീസ് വാങ്ങുന്നുണ്ട്.